നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വീണയാണ്. അത് ചെയ്യുന്നത് മെയിനായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ഇതേ പ്ലാസ്റ്റിക് ടൈപ്പുള്ള 2 സ്പൂണാണ്. ഒരു ചെറിയ സ്പൂണും ഒരു വലിയ സ്പൂണും. അങ്ങനെ 2 പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ് എടുക്കുന്നത്. ഇതാണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണം കാർഡ്ബോർഡ് വേണം, കത്രിക, അക്രിലിക് കളർ, ഇവിടെ ബ്ലാക്കും എടുക്കുന്നുണ്ട്. പിന്നെ വീണയുടെ കളറിനനുസരിച്ചുള്ള, അതായത് തടിയുടെ കളർ പോലെ വരുന്ന കളറും അക്രിലിക്കിൻ്റെ എടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷ്, പിന്നെ ബ്ലാക്ക് മുത്ത്, പിന്നെ പശ. ഇതിപ്പം നമ്മൾ ഇങ്ങനെ ഇരുന്നതായിരുന്നു, ഈ സ്പൂൺ ഇങ്ങനായിരുന്നു ഇരുന്നത്. ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഈ അറ്റം വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി തിരിച്ചൊട്ടിക്കും ഇതിനെ. അതായത് ഈ വലിയ ഭാഗം, അതായത് ഇത് ചെറുതായിട്ട് ഇരിക്കുന്ന ഭാഗം, ഇത് വലുതായിട്ടിരിക്കുന്ന ഭാഗം, ഈ വലിയ ഭാഗം നമ്മൾ ഇവിടോട്ട് വെച്ച് ഒട്ടിക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഒരു പേപ്പർ റോൾ എടുത്തിട്ട് ഇതിനെ നമ്മൾ അറ്റം ചുരുട്ടിയെടുക്കണം. ചുരുട്ടി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ച് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ നമ്മൾ, അതായത് കാർഡ്ബോർഡ് ഷീറ്റും കൂടെ ഒട്ടിക്കും. ഇനി നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതിന് മുകളിൽ ഒരു ബൈൻഡും കൂടെ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നു. ഇനി ഇതിനെ നമ്മൾ കവർ ചെയ്ത് വെള്ള പേപ്പർ വെച്ച് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ചുറ്റി കവർ ചെയ്തെടുക്കും. നമ്മൾ ഇതിനകത്ത് പേപ്പർ ചുറ്റും കവർ ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത്, സ്പൂണിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ മുകളിലൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത്, നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഇതിന് അടിയിൽ ഇവിടെ ഇത്, അതായത് ചെറിയ സ്പൂണിൻ്റെ ഇത് കട്ട് ചെയ്ത് നമ്മളിവിടെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ശില്പകാർ അല്ലെങ്കിൽ ക്ലേ ഉണ്ടെങ്കിലും റൗണ്ടിലെടുത്ത് നമുക്ക് ഡിസൈൻ വെച്ച് നമുക്കിവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ് ബാക്കിൽ. ഇപ്പം നമ്മൾ മറ്റേ സ്പൂണിൻ്റെ അത് സൈഡ് കണ്ടിച്ചിട്ട് ആ കുഴിയുള്ള ഭാഗം മാത്രം നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ സൈഡിൽ ഇനി മുത്ത് വെച്ചാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. കനം കുറഞ്ഞ കമ്പാണിത്. അത് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഈ മുത്തിൻ്റെ അറ്റത്ത് എടുത്ത് കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ വെച്ച്, ഒരു സൈഡിൽ 4 എണ്ണവും മറ്റേ സൈഡിൽ 2 എണ്ണവും വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഇത്രയും സൈഡിലത്തെ ഈ മുത്തുകളും വെച്ച് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് കളർ കൊടുക്കേണ്ടത്, നടുക്ക് ബ്ലാക്ക് കളർ കൊടുക്കണം. അതിനുശേഷം അതിനകത്ത് ചെറിയ സ്റ്റിക്ക് ഇതേപോലെ മുറിച്ച് വേണം നമുക്കതിനകത്ത് ഇതായിട്ട് കമ്പികളായിട്ട് കൊടുക്കാൻ. എന്നിട്ട് നൂലും നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ഭാഗത്ത് നടുക്ക് കുറച്ച് സ്ഥലം ഇതേപോലെ ഇവിടെ റൗണ്ട് ഇത് ഇത്രയാണ് നമ്മളിപ്പോൾ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണയുടെ തടിയുടെ കളറിൽ ബാക്കി വശങ്ങളിലെല്ലാം നമ്മൾ ആ ഒരു കളർ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കമ്പി വയ്ക്കുന്നുള്ളൂ. ഇനി കമ്പുകൾ നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞു. ഇനി ഇതേപോലെ നൂലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. 4 നൂല് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. വീണ അങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്.
നമ്മൾ വെറും പാഴ്വസ്തുക്കൾ, അതായത് സ്പൂണ് കൊണ്ടാണ്, പ്ലാസ്റ്റിക് സ്പൂണ് വേസ്റ്റ് പ്ലാസ്റ്റിക് സ്പൂണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വലുതും ഒരു ചെറുതും, അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടാണ്. പിന്നെ കാർഡ്ബോർഡും ഒക്കെ മാത്രമേ, പാഴ്വസ്തുക്കൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ.